Hi, I am Swapna. Welcome to my kitchen. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ഷ്രിംപ്സ് ആണ്. പേര് കേട്ടൊന്നും പേടിക്കണ്ട. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കൊഞ്ച് വെച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണിത്. അപ്പോൾ ക്രിസ്പി ഷ്രിംപ്സ് എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നോക്കാം. ക്രിസ്പി ഷ്രിംപ്സ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ മെയിനായിട്ട് കൊഞ്ച് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡീവെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വാലിൻ്റെ ഭാഗം ഒരല്പം നിർത്തിയിട്ടുണ്ട്. നമുക്ക് പൊരിച്ച് കഴിയുമ്പോൾ കയ്യിൽ പിടിച്ച് കഴിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് വേണ്ട സാധനങ്ങൾ കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഇല്ലാത്തവർ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ, ഒരു മുട്ട, വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്രിസ്പി ഷ്രിംപ്സിന് വേണ്ടി ആവശ്യമുള്ളത്. കൊഞ്ച് വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ചുരുങ്ങി പോകാറുണ്ട്. അങ്ങനെ ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോൺസിൻ്റെ ഈ പാർട്ടിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കൊഞ്ചിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമ്മളൊരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എഗ് വൈറ്റ് എളുപ്പം മിക്സ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും പെപ്പർ പൗഡറും ഒരൽപ്പം ചില്ലി പൗഡറും ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് വെക്കുക. പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റോളം വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് കോൺഫ്ലവറിൽ മുക്കി എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്താൽ മതി. നമ്മുടെ ക്രിസ്പി പ്രോൺസിന് വേണ്ടി നമുക്കൊരു ഡിപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ അല്പം മയോണീസ് എടുത്തിട്ടുണ്ട്, പെപ്പർ പൗഡറുണ്ട്, കുറച്ച് ഗാർലിക്ക് ചെറുതായിട്ട് പീസ് ചെയ്ത് ഗാർലിക്ക് എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് ഗാർലിക് പൗഡറും എടുത്തിട്ടുണ്ട്. ഗാർലിക് പൗഡറും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സ്പ്രിംഗ് ഓണിയൻ്റെ ഒരല്പം, ഒരു സ്പൂൺ പാല്. നമുക്കത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോപ്ഡ് ഗാർലിക്കും ഗാർലിക് പൗഡറും സ്പ്രിംഗ് ഓണിയനും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്രോൺസ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ക്രിസ്പി ഷ്രിംപ്സ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ഡിപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു എളുപ്പമുള്ള റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.